കള്ളക്കുറിച്ചാണ്. RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താ പറയാ, ഇന്നലെ രാത്രി നടന്ന ബാഴ്സലോണ വേഴ്സസ് ഫ്രാങ്ക്ഫർട്ടിന്റെ കളിനെ കുറിച്ചാണ്. ഫ്രാങ്ക്ഫർട്ടിന്റെ കളിയായിട്ടുള്ള ചാമ്പ്യൻസ് ലീഗിലെ മത്സരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് കളിനെ കുറിച്ച് പറയാനുള്ളത്? കളി നല്ല കളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് മോശം, കുറച്ച് മോശം. ഫസ്റ്റ് ഹാഫ് എന്താ കാട്ടിക്കുട്ടി ചങ്ങായിമാര് അല്ലേ? ശരിക്കും ഫസ്റ്റ് ഹാഫ് ശരിക്കും ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഫാൻസിനെ ഇങ്ങനെ എന്താ പറയാ ശ്വാസം പ്രഷർ ആക്കിയിട്ട് സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് നെട്ടിക്കല്. അതേപോലെ സെക്കൻഡ് ഹാഫിൽ ഇത് തോട്ടിക്കപ്പോ തന്നെ മിന്നും പഠനത്തിലൂടെ 2-1 വെച്ചു. പക്ഷെ അവസാനത്തെ ഒരു 10-15 മിനിറ്റ് ഭയങ്കര സ്ലോ ആയി. എപ്പോ വേണമെങ്കിലും ഒരു സെക്കൻഡ് ഗോള് തിരിച്ച് സമനില ആവുന്നുള്ള ഒരു ഇതിലേക്കായിരുന്നു. പക്ഷെ വിലപ്പെട്ട 3 പോയിന്റ് കരസ്ഥമാക്കിയിട്ടാണ് ബാഴ്സലോണ അന്ന് അവരുടെ ഹോം ഗ്രൗണ്ട് ന്യൂ ക്യാമ്പിൽ 100ാമത്തെ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ അവര് ഇന്ന് ഇവിടെ വാങ്ങിയത്. എന്തായാലും നാലാമത്തെ വിജയം എങ്ങനെ റീഓപ്പൺ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു തോൽവി പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് ഫസ്റ്റ് ഗോള് വാങ്ങിയിട്ട് കംബാക്ക് ആണ് അടിച്ചത്. 1-0 ഫസ്റ്റ് ഹാഫില് പുറകിൽ നിന്ന് ശേഷം 2-1 തിരിച്ചു വരുന്നു. 2 ഗോളും ആദ്യത്തെ ഗോള് എന്താ പറയാ, ഒന്നും പറയാനില്ല. ആ ആള് 35 യാർഡ്സ് കൊണ്ടുപോയ ബോളാണ്. അത് ബാളിലേക്ക് സ്ലൈഡ് ചെയ്ത് വരെ നിർത്താൻ പറ്റില്ല. അത് പക്ഷെ നമ്മുടെ ബാഴ്സയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചാൽ ഡിഫൻസിൽ ഇപ്പോഴും കുറെ പ്രശ്നങ്ങളുണ്ട്. ഹൈലൈൻ വെച്ച് കളിക്കുമ്പോൾ റിസ്ക് ഡേഞ്ചർ എല്ലാം ഒന്നാണ് ഈ കൗണ്ടർ വരുന്ന ബോളുകൾ. അതെ, കൗണ്ടർ വരുന്ന ഗോളുകളിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ബോർഡ് അടിച്ച് പറത്താൻ കഴിയുന്നില്ല. അങ്ങനത്തെ കുറെ ഇന്ന് ഇപ്പൊ കുബാർസിന്റെ ലാസ്റ്റ് ഒരു 5-10 മിനിറ്റും കൊണ്ട് കുബാർസിന്റെ ഒരു ഷോട്ട് തട്ടി കാലിന് ഇൻഫ്രൂട്ടിൽ തട്ടി താഴെ കുത്തി അടുത്ത പ്ലെയറിന് അവർ കൗണ്ടർ തുടങ്ങി. അതെ, അങ്ങനെ അവസാനത്തെ ഒരു 10 മിനിറ്റ് ഒക്കെ അവര് കൗണ്ടറിലൂടെ ഒക്കെ വിജയ ഗോൾ സമനില നേടാൻ വേണ്ടിട്ട് ഭയങ്കര ട്രൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് നേടിയത് കൊണ്ട് മാസ്മരിക 2, അതും 2 ഹെഡറിലൂടെ ഗോള്. പിന്നെ ഒരു ഹെഡർ അവർക്ക് ഗോള് കൊടുക്കാൻ പോയത് ബാക്ക് പാസ് കൊടുത്തത് മിസ്സായത് അല്ലെ. അപ്പോ എനിക്ക് തോന്നുന്നു ഇനിയും 2 മത്സരങ്ങളുണ്ട്. 2 മത്സരങ്ങൾ ജയിച്ചാല് ബാഴ്സലോണ ടോപ്പ് 8 വരുമോ ഇല്ലയോ, അതോ 2 മത്സരങ്ങളിൽ ജയിക്കോ? ഒന്ന് ഹോം ഗ്രൗണ്ടിലാണ്, ഒന്ന് പുറത്ത് വെച്ചിട്ടുള്ള കളിയാണ്. ഒന്ന് എവേ ആണ്, ഒന്ന് ഹോം ഗ്രൗണ്ടാണ്. ബാഴ്സ ഫാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഇതിൽ 3 കളി ജയിച്ചിട്ട് ഇനിയുള്ള 2 കളിയും ജയിച്ചിട്ട് 8 കയറിയതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിനേക്കാളും ബെറ്റർ പെർഫോമൻസ് കഴിഞ്ഞ പ്രാവശ്യത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. എന്താണ് റഫീനി എന്ന സെക്കൻഡ് ഹാഫ് റഫീനിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം ഫ്രാങ്കി ഡിയോൺ വന്ന ശേഷം ബോൾ ഹോൾഡ് ചെയ്യല്ലാതെ എന്താ പറയുക ഇനിയും ഗോൾ സ്കോർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഫ്രാങ്കി ഡിയോങ് പറയേണ്ട ഒരു കാര്യമാണ്. ഫ്രാങ്കി ഡിയോങ് വന്നപ്പോ തൊട്ട് ബോൾ സ്ലോ ആയി. ആള് സ്ലോ ആക്കാൻ വേണ്ടി തന്നെ വന്നെങ്കിൽ പക്ഷെ ഇഷ്ടംപോലെ ചാൻസ് ഉണ്ടായിരുന്നു. അവര് ഡിഫൻസ് ഒക്കെ പൊട്ടിക്കുന്ന ആ സമയത്തായിരുന്നു ഇവര് ഉണ്ടായിരുന്നത്. ആ സമയത്ത് ശരിക്കും ഗോൾ ഇനി സ്കോർ ചെയ്യേണ്ടതായിരുന്നു. എനിക്ക് ആ ലെവൻഡോസ്കി കൊണ്ടുപോകുന്ന ഒരു കൗണ്ടർ ബോൾ ഉണ്ടായിരുന്നല്ലോ. അവര് ലെവൻഡോസ്കി, റാഷ്ഫോർഡ്, റഫീനിയ, യമാലി ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ലെവൻഡോസ്കിക്ക് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലെവൻഡോസ്കി അവരപ്പോഴേക്കും ഡിഫൻഡർമാര് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് എമ്മാതിരി ഒരു ചാൻസ്. ഫെറാൻ ടോറസ് ഇറങ്ങി നല്ല ഇമ്പാക്ട് ഉണ്ടാക്കിയത്. 2 നല്ല സൂപ്പർ ചാൻസ് ആയിരുന്നു. പക്ഷെ ഷോട്ട് അവരുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തിച്ചു. അതേപോലെ ഫസ്റ്റ് ഹാഫിൽ ജെറാർഡ് മാർട്ടിന്റെ ഒരു കിടിലൻ ഷോട്ട് ആദ്യത്തെ ഷോട്ട് ഫസ്റ്റ് അപ്പോഴാണെന്ന് ഗോൾ കീപ്പർ പൊസിഷൻ ആയി തുടങ്ങിയപ്പോ തന്നെ പൊസിഷൻ ആയി ബോൾ അടിക്കുന്നതിന് മുമ്പ് പൊസിഷൻ സെറ്റ് ആയി നല്ല പൊസിഷനായിരുന്നു നിൽക്കുന്ന നല്ല പൊസിഷൻ ആയതിൽ സേവ് ആയി. അല്ലെങ്കിൽ ടോപ്പ് ബിൻസ് വരെ ആദ്യത്തെ ഗോള് ബാർസിക്കായിരുന്നു തന്നെ. ഇന്നത്തെ കളിയിൽ വേറെ പ്രത്യേകത ഉണ്ട്. യമാലിന്റെ 18ാം വയസ്സിലുള്ള എംബാപ്പയുടെ റെക്കോർഡിന് 14 ഗോൾ ആൻഡ് അസിസ്റ്റ് ഉള്ള ഇതിൽ യമാൽ ഇന്നത്തോടുകൂടി ഇന്ന് അസിസ്റ്റ് കൊടുത്തിട്ട് ാഫിലൊക്കെ എന്താണ് യമാലും ഉണ്ടായിട്ടുള്ള ഒരു കോംബോ നോക്കുമ്പോ വെറും മിസ്പാസുകൾ. ലാസ്റ്റ് ഇയർ നോക്കണെങ്കിൽ ലാസ്റ്റ് ഇയറിലൊക്കെ യമാല് മനസ്സിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹൈലൈൻ ട്രാപ്പിന്റെ കാരണമായിരിക്കും. ഹൈലൈൻ ട്രാപ്പിന്റെ പറയില്ല, പുറകില് വരണ്ടേ കൊണ്ട് ഇപ്പൊ ഇനിയും മാർട്ടിനസ് ആണെങ്കിൽ ഓക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, ഡിഫൻസ് നോക്കും. പക്ഷെ ഇപ്പോ ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള കുബാർസിയും പിന്നെ ആരാ ഉള്ളത്? പിന്നെ ജെറാർഡ് മാർട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആള് ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സെന്റർ ബാക്കിൽ വന്നിട്ട് ഇപ്പൊ ആള് കുബാർസിയുടെ കൂടെ നല്ല ഒരു ഇതുണ്ട്, ടീമിംഗ് ഉണ്ട്. അതെ, അതേപോലെ എറിക് ഗ്രാസിയുടെ കാര്യം നോക്കിയാലും അടിപൊളിയായിട്ട് മിഡ്ഫീൽഡിൽ ആള് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡിജോഡ് വന്ന ശേഷം എനിക്ക് റഫീനിയ വലിച്ചതും പിന്നെ റഫീനിയ പരിക്ക് മാറിയ ശേഷം ഇപ്പൊ അൻസിഫ്ലിക്ക് 65 മിനിറ്റ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എല്ലാ കളിയും ചെയ്യുന്നുണ്ട്. ഇനി ഇമ്പോർട്ടന്റ് ആയ 2 മത്സരങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ. അപ്പൊ അതുകൊണ്ടായിരിക്കും ആൾക്ക് പരിക്കളൊന്നും വരാതെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, അടുത്ത ഒരു ഇമ്പോർട്ടന്റ് മത്സരം ഒരു താരം മെസ്സിയാണ്. യെല്ലോ കാർഡ് കിട്ടിയത് ആവശ്യമില്ലാത്ത ഒരു ഇതിന് പോയതാണ്. എല്ലാ കാർഡ് കിട്ടി അടുത്ത മത്സരത്തിൽ എങ്ങോട്ടും പോയില്ല എന്ന് ഉറപ്പായിട്ട് യമാല് പോയി ഫൗൾ ചെയ്തത് ആള് എടുത്താണ്. ബോളിന് വേണ്ടി ട്രൈ ചെയ്താണ്. അത് പക്ഷെ ഫൗൾ ആയിപ്പോയി. അത് യെല്ലോ കാർഡ് കൊടുത്തു. അതേപോലെ നോക്കണേ റൂണിക്ക് അടുത്ത കളിയിൽ ഇപ്പോ സ്റ്റാർട്ടിംഗിൽ ചാൻസ് ഉണ്ടാവും.
അതേപോലെ ഫസ്റ്റ് ഹാഫില് ലെവൻഡോസ്കിയുടെ പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര പൂർ പെർഫോമൻസ് പറഞ്ഞാൽ അത്രയും മോശമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഫെർണാണ്ടോസ് വന്ന ശേഷം പിന്നെ കുറച്ചുകൂടെ ഫെർണാണ്ടോസ് നല്ലോണം കളിച്ചു. ഫെർണാണ്ടോസ് ആ സ്പിൻ ഒന്നുണ്ടായിരുന്നു, ആ രണ്ടുപേരെ വെട്ടിച്ചുകൊണ്ടല്ലേ. അതേപോലെ തന്നെ റാഷ്ഫോർഡിന്റെ കളി എങ്ങനെ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയിട്ട് ഇമ്പാക്ട്? റാഷ്ഫോർഡ് ഇമ്പാക്ട് ഉടനെ തുടങ്ങി. ആദ്യത്തെ അസിസ്റ്റ് എന്താ പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫില് ഈ ബാഴ്സ പ്ലേയേഴ്സ് ഒരാളെ ബോക്സിനുള്ളിൽ കയറ്റാൻ വിടുന്നില്ല. ബോക്സിൽ അവർ കേറിയിട്ടില്ല ശരിക്കും പറയാം, കയറാൻ വിടുന്നില്ല. അമ്മാതിരി ബ്ലോക്കിംഗ് ആയിരുന്നു പറഞ്ഞാൽ അമ്മാതിരി ഡിഫൻസ്, ഭയങ്കര ഡിഫൻസ് ആയിരുന്നു കളിക്കേണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ എന്നിട്ട് അതിനുശേഷം അവര് കൗണ്ടറിലോട് ഗോൾ നേടണേ. ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ നമ്മള് യൂറോപ്പ ലീഗില് ഇതേപോലെ ബാഴ്സനെ ഒരിക്കൽ പരാജയപ്പെടുത്തിട്ടുണ്ട് 3-1. ആ ഒരു ഇത് രണ്ടാം മുറി ആവോ എന്ന് വിചാരിച്ചാണ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അൻസി ഫ്ലിക്ക് അവിടെ പോയപ്പോ കുറച്ച് മരുന്ന് കൊടുത്തിട്ട് വിട്ടാക്കിയത് പിള്ളേരുടെ. അതെ, അപ്പൊ ആള് അത് കഴിഞ്ഞ സീസണിലാണ്. പക്ഷെ റഫീനെ പോയതോടുകൂടി പിന്നെയും കളി പഴയ സ്ലോവിലിക്കനായി. കുറെ 2-3 ചാൻസുകൾ കിട്ടുന്ന ചാൻസ് ചുരുങ്ങിയ ഒരു 5 ഗോളെങ്കിൽ അടിക്കണം. ഡിജോങ്ങാണ് മെയിൻ. യമാല് ത്രൂ പോകുമ്പോ ഡിജോങ് ബോള് പതുക്കെ റോളിൽ കളിക്കുക. കുണ്ടെ പോകുമ്പോ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്, അമ്മ യമാല് ഫ്രീ ആയിട്ട് വിളിക്കുന്നുണ്ട്. ഡിജോണ് ബോൾ ഹോൾഡ് ചെയ്യുന്നതിനാണ് ആളുടെ ഉദ്ദേശം. പക്ഷെ ശരിക്കും ഇപ്പൊ കുറെ ടീമുകൾ 10 പോയിന്റിലാണ് നിൽക്കുന്നത്. ഈ ഓരോ 9ാമത്തെ പൊസിഷൻ മുതൽ എല്ലാ ടീമുകളും 10 പോയിന്റിൽ നിൽക്കുന്നത്. ആ 10 പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഗോൾ ശരാശരിയാണ് ഇപ്പൊ പ്രശ്നം. ഗോൾ ശരാശരിയാണ് ബാഴ്സ അത്രയും ബാക്കിൽ നിൽക്കുന്നത്. 11ാം സ്ഥാനത്ത് അങ്ങനെ നിൽക്കുന്നത്. ചെൽസി ഇന്ന് തോറ്റ ചെൽസി വരെ 11ാം സ്ഥാനത്തോ 12ാം സ്ഥാനത്തോ കിടക്കുന്നുണ്ട്, 10ാം സ്ഥാനത്തൊന്ന് കിടക്കുന്നുണ്ട്. അപ്പോ ഇതാണ് പ്രശ്നം. ഗോൾ ശരാശരി എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ഇതിൽ ഒരു ചെറിയൊരു ഗോൾ ശരാശരി, ഒരു ഗോളിന്റെ വ്യത്യാസത്തിലൊക്കെ ചിലപ്പോൾ ഒരു പോയിന്റ് ഇറങ്ങിയിട്ട് താഴെ വരാൻ പറ്റും. പക്ഷെ ഈ 8 സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒന്നല്ല വിജയം. കഴിഞ്ഞ പ്രാവശ്യം 8 സ്ഥാനത്തുള്ള ആളൊന്നല്ല കപ്പടിച്ചിരിക്കുന്നത്. 16ാം സ്ഥാനത്തുള്ള PSG ആണ് വന്നിട്ട് കപ്പടിച്ചിട്ടുണ്ട്. അപ്പോ നോക്കൌട്ട് റൗണ്ടുകൾ, പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനലിലൊക്കെ വിജയിക്കാൻ പറ്റിയാൽ മാത്രമാണ് വിജയിക്കാൻ കപ്പടിക്കാൻ പറ്റുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. അവിടെ പെർഫോമൻസ് എടുക്കണം. ഇപ്പൊ എന്ത് ഉളപ്പി നടന്നാലും കുഴപ്പമില്ല, ആ സമയത്ത് നല്ല പെർഫോമൻസ് എടുക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ കളിയുടെ സ്റ്റാറ്റസിലേക്ക് പോയാലോ? അപ്പൊ ഇന്നത്തെ കളിന്റെ സ്റ്റാറ്റസിലേക്ക് കടക്കണമെങ്കിൽ ബാർസലോണ 16 ഷോട്ട് എടുത്തിട്ടുണ്ട്, ഫ്രാങ്ക്ഫർട്ട് 6 ഷോട്ട്. ബാർസലോണ 8 ഷോട്ടാണ് ടാർഗറ്റ്, ഫ്രാങ്ക്ഫർട്ട് 4 ഷോട്ട്. പൊസിഷൻ നോക്കണമെങ്കിൽ 73% ബാർസയ്ക്കും 27% ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർക്ക് ഒരു ഗോൾ അടിച്ചത്. പക്ഷെ ഒരുമാതിരി ഡിഫൻസ് എന്ന് പറഞ്ഞാൽ കട്ടക്കട്ടി 6 പേരൊക്കെയാണ് ഡിഫൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഗോൾ കീപ്പറും ഗംഭീരായിരുന്നു. യമാല് പിന്നെ സെന്ററിലേക്കൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങി. അതേപോലെ റൈറ്റ് സൈഡിൽ വന്ന് കളിക്കാൻ തുടങ്ങി. എല്ലാ ഫുള്ള് ബ്ലോക്ക് ആക്കി. പക്ഷെ എന്നാലും ചങ്ങായിയുടെ ഭാഗം ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. ആളെന്നിട്ടും 88ാം മിനിറ്റിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴും ആള് അത്ര ഹാപ്പി ഒന്നല്ല. പക്ഷെ എന്റെ അഭിപ്രായത്തില് ഒരു 80 മിനിറ്റ് 75 മിനിറ്റ്സിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് റൂണിക്ക് ചാൻസ് കൊടുക്കണം. എന്നാലാണ് ഇങ്ങനെ ഇപ്പൊ അടുത്ത കളിക്കില്ലാത്തതിൽ സ്റ്റാർട്ടിങ് മുതൽ 90 മിനിറ്റ് റൂണി കളിക്കേണ്ടി വരും. പ്ലേ ടൈം. പിന്നെ അടുത്ത പാസസ് നോക്കണെങ്കിൽ ബാർസലോണ 776 പാസ് ചെയ്തപ്പോ 776 ഇത് ഇന്ന് കുറെ ബാക്ക് പാസ് ഉണ്ട്. പാസുകളുണ്ട്. ഡിജോൺ വന്നപ്പോഴത്തേക്ക് പിന്നെ ഗംഭീര ബാക്ക് പാസുകളായിരുന്നു. ഇവിടെ ഫ്രാങ്ക്ഫർട്ട് എത്ര 250 അത് കുറെ മിസ് പാസുകളാണ് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ പാസുകളായിരിക്കും. പിന്നെ പാസ് ആക്യുറസി നോക്കണമെങ്കിൽ ബാർസലോണയ്ക്ക് 91% ഉള്ളപ്പോ ഇവിടെ ഫ്രാങ്ക്ഫർട്ടിന് 70% മാത്രം. ഫൗളുകൾ രണ്ടുപേരും നല്ലോണം ഫൗൾ ചെയ്തിട്ടുണ്ട്. ബാർസയ്ക്ക് 10, ഇവിടെ 11. പിന്നെ യെല്ലോ കാർഡ് നോക്കിയിട്ട് ബാർസയ്ക്ക് 2, ഇവിടെ 1. റെഡ് കാർഡ് നോക്കണമെങ്കിൽ ആർക്കും കിട്ടിയില്ല. ഓഫ് സൈഡ് നോക്കണമെങ്കിൽ ബാർസലോണയ്ക്ക് 2, ഇവിടെ 10 ഓഫ് സൈഡ് കിട്ടി. ഓഫ് സൈഡ് ട്രാപ്പൊക്കെ ഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഇത് എപ്പോഴും നമുക്കൊരു പേടി തന്നെയാണ്. ഒരു പേടി തന്നെയാണ്. ലാസ്റ്റ് നോക്കണമെങ്കിൽ കോർണർ നോക്കണമെങ്കിൽ 5 കോർണർ ബാർസയ്ക്ക് കിട്ടിയപ്പോ ഇവർക്ക് ആ ഒരു കോർണറും കിട്ടിയില്ല. അതെ. ഇന്നത്തെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ഇവർ കുറെ ഉരുട്ടി നോക്കിയിട്ടൊന്നും നടക്കാണ്ട് പെനാൽറ്റി ബോക്സിനുള്ളിൽ കയറാൻ പറ്റാണ്ടായപ്പോ സെക്കൻഡ് ഹാഫിൽ പ്ലാൻ മാറ്റി സെറ്റ് പീസിലൂടെ 2 ഗോളുകൾ വന്ന് അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും ആ റാഷ്ഫോർഡിന്റെ ആ ക്രോസ് ഒക്കെ കൊണ്ട് എവിടെ നിന്ന് വന്ന് ഗോൾ അടിച്ചെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവന് അതുവരെ അതുവരെ ചിത്രത്തിലേ ഇല്ല. ഒക്കെ ഫുൾ മിസ് പാസുകൾ, യമാലിന്റെ കൂടെയുള്ള കോംബോ വർക്കില്ല. ഡിഫൻസിൽ മോശമായിരുന്നു, അറ്റാക്കിങ് മോശമായിരുന്നു, എല്ലാം. പക്ഷെ ആ 2 ഗോളും അടിച്ചിട്ട് 2 മിനിറ്റിന്റെ ഇടയ്ക്ക് 51ാം മിനിറ്റിൽ ഗോൾ അടിക്കുന്നു, 53ാം മിനിറ്റ് അടുത്ത ഗോൾ. അതെ, അത് രണ്ടും. അത് സെക്കൻഡ് ഗോൾ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കേട്ടോ. അത് ശരിക്കും കോർണറിന്റെ ഈ സൈഡിലോട്ട് വരണമെങ്കിൽ ആശാൻ വിട്ടത് ബോൾ ഇങ്ങനെ പോയത്. ആ ഹെഡറിന്റെ ഇത് തന്നെയാണ് ശരിക്കും. എല്ലാ പ്ലേയേഴ്സും ചിലപ്പോൾ ഈ സൈഡിലേക്ക് ഹെഡ് ചെയ്തിട്ടുണ്ടാവും. അത് ഗോൾ കീപ്പറിന്റെ കൈക്ക് റെഡി ആയി നിന്നു. ഈ സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ കുണ്ടി നോക്കിയിട്ട് ഈ സൈഡിലേക്കാണ്. ഈ സൈഡിലേക്ക് നല്ലോണം കർവായി ബോൾ കയറി. ആ ബോളിന് സ്പിൻ തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ കുറച്ച് മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബാങ്ക് മണിക്ക് 3-1 സ്പോർട്ടിംഗ് CP പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ
അറ്റ്ലാന്റ 2-1 ചെൽസിയെ പരാജയപ്പെടുത്തിയെ പരാജയപ്പെടുത്തിയ ചെൽസിയെ അറ്റ്ലാന്റ 2-1 പരാജയപ്പെടുത്തി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെ, ആ കാര്യം ഞാൻ ശ്രദ്ധിച്ച് ഞാൻ പറയാൻ വന്നതാണ്. ബാർസലോണ ഏത് ടീമിലൊപ്പോ തോറ്റോ ആ ടീമുകളൊക്കെ ബാർസലോണയെ തോൽപ്പിച്ച ടീമുകളൊക്കെ അവസാനം തോറ്റുകൊണ്ടിരിക്കുകയാണ്. PSG ചാമ്പ്യൻസ് ലീഗിൽ ബാർസലോണ പരാജയപ്പെടുത്തി, അതേപോലെ ചെൽസി പരാജയപ്പെടുത്തി, അതേപോലെ റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തി. ഈ പരാജയപ്പെടുത്തിയ ടീമുകളൊക്കെ അതിനുശേഷം നടന്ന മത്സരങ്ങളിൽ PSG മൊണോക്കോ ആയിട്ട് തോറ്റു, ബയണായിട്ട് പരാജയപ്പെട്ടു, അതേപോലെ സ്റ്റാർബക്ക് ആയിട്ട് സമനിലയിൽ പിരിഞ്ഞു. അതേപോലെ റയൽ മാഡ്രിഡ് കാര്യം നോക്കാൻ ലിവർപൂൾ ആയിട്ട് പരാജയപ്പെട്ടു, റയോ വൈക്കാനായിട്ട് സമനിലയായി, എൽച്ചി ആയിട്ട് സമനിലയായി, ജിറോണ. അതെ, ഇഞ്ചുറികളുടെ കാര്യം റയൽ മാഡ്രിഡ് പറയാൻ നമുക്ക് വേറെ വീഡിയോ ചെയ്യേണ്ടി വരും. ചെൽസി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആഴ്സണലായിട്ട് സമനിലയായി, ലീഡ്സ് ആയിട്ട് പരാജയപ്പെട്ടു, ബോൺമൗത്ത് ആയിട്ട് സമനിലയായി, അതേപോലെ ഇന്നലത്തെ അറ്റ്ലാന്റ ആയിട്ടുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടു. അപ്പൊ ചെൽസിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മത്സരമായിരുന്നു. ഒരു ബാഴ്സലോണയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ബാഴ്സലോണയ്ക്ക് ആ റെഡ് കാർഡ് കിട്ടിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അന്നത്തെ മത്സരത്തിൽ ഇങ്ങനെ ഒരു തോൽവി വഴങ്ങിയത്, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് കൊടുത്തിട്ടുണ്ടാവും. ശരിക്കും സത്യം പറഞ്ഞാൽ അത് ചിലപ്പോൾ ചെൽസി ഫാൻസുകാർ അംഗീകരിക്കില്ലായിരിക്കാം. പക്ഷെ എന്നാലും അങ്ങനെയാണ്. ആ ഒരു മത്സരം, ആഴ്സണലിന്റെ മത്സരത്തിന് ശേഷം അവർ ഭയങ്കര ടയറാണ് ചെൽസി എന്ന് പറഞ്ഞാൽ. അത്രയും അവര് റെഡ് കാർഡ് കിട്ടിയിട്ടാണ് ആ 10 പേര് ഒതുങ്ങിയിട്ടാണ് ആഴ്സണലിനെതിരെ ഒരു 90 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തത്. 45 മിനിറ്റ് കൂടുതലോളം റെഡ് കാർഡിൽ അവർ 10 പേരായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈറ്റ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഇവർക്ക് പ്രശ്നമായിട്ടുണ്ടാവുന്നതാണ് ഇപ്പോൾ 2-3 കളികൾ അവർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത കളികൾ ഏതൊക്കെയാ നോക്കിക്കഴിഞ്ഞാൽ, അതിനുശേഷം നടന്ന മത്സരത്തിൽ ബാഴ്സലോണ ഫ്രാങ്ക്ഫർട്ടിനെ 2-1 പരാജയപ്പെടുത്തി. ശരിക്കും അത് പഴയ യൂറോപ്യൻ ലീഗിൽ 3-1 ഒരു ഇത് തിരിച്ചടിക്കുന്ന വിചാരിച്ച, പക്ഷെ അത് നടന്നില്ല. അടുത്ത മത്സരത്തിൽ 88-ാം മിനിറ്റിൽ ലിവർപൂൾ ഒരു ഗോൾ അടിച്ചിട്ട് ഇന്റർ മിലാനെ പരാജയപ്പെടുത്തി, ഇന്റർ മിലാന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട്. കാരണം എന്താ പറഞ്ഞാല് അവര് ഫസ്റ്റ് ഒരു ഗോൾ അടിക്കുന്നുണ്ടായിരുന്നു 22-ാം മിനിറ്റ്, ഹാൻഡ്ബോൾ ആയിട്ട് അത് ഡിസ്ക്വാളിഫൈ ആയിട്ട് പോയിട്ടുണ്ട്. അതേപോലെ മൊണോക്കോ 1-0 ഗലതസറായിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ PSV 2-3 അറ്റ്ലന്റിക്കോ മഡ്രിഡിനോട് പരാജയപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ലിവർപൂളിനെ ആൻഫീൽഡിൽ പോയിട്ട് പഞ്ചിക്കിട്ട ടീമുകളാണ്. അപ്പോൾ അവർ പൊരുതിയിട്ടുണ്ട്. 3-2 അത്ലറ്റിക്കോ മഡ്രിഡായിട്ട് പരാജയപ്പെട്ടത്. പിന്നെ ടോട്ടൻഹാം ജയിച്ചിട്ടുണ്ട്, 3-0 വിജയിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മത്സരങ്ങൾ നടന്നിരിക്കുന്നത്. നാളെ നടക്കാൻ പോകുന്ന കിടിലൻ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ PSG-യും അറ്റ്ലന്റിക്കോ ക്ലബ്ബായിട്ട് മത്സരം നടക്കാണ്ട്. മെയിൻ ആയിട്ടുള്ളത് എല്ലാരും കാത്തിരിക്കാൻ പോണത് റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരമാണ്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എത്തിച്ചാലും. അത് മാത്രമല്ല ഞങ്ങൾ സോഷ്യൽ മീഡിയ പേജുകളായ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം.